ഗുഡ് മോർണിംഗ് എവരിവൺ. വിന്നിംഗ് ടീം നൽകുന്ന കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് അനീഷ് ചമ്പ്ര. ഞാൻ മലപ്പുറം തിരൂർ സ്വദേശിയാണ്. ഞാൻ ബേസിക്കലി ബാങ്ക് എംപ്ലോയിയാണ്. ഫ്രണ്ട്സ്, യു ആർ വെരി ലക്കി. കാരണം വിന്നിംഗ് ടീം എന്താണെന്നും വിന്നിംഗ് ടീം നൽകുന്ന ഈ ഓപ്പർച്യൂണിറ്റി അവതരിപ്പിക്കാൻ പോകുന്ന വ്യക്തിത്വം മലപ്പുറത്തിന്റെ സ്വന്തം കൊണ്ടോട്ടിക്കാരനായിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹം സ്വന്തമായിട്ട് ബിസിനസ്സും ലാൻഡ് സർവേയറും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ ബിസിനസിന്റെ കൂടെ തന്നെ ഈ ഓപ്പർച്യൂണിറ്റിയുമായി കണക്ട് ചെയ്ത് ഈ ലോക്ക്ഡൌൺ ആയിരിക്കുന്ന പീരീഡിലും സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത മിസ്റ്റർ ഷബീർ ഫ്രം കൊണ്ടോട്ടി. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാൻ ഷബീർ കൊണ്ടോട്ടി. ബേസിക്കലി ഞാനൊരു കമ്പ്യൂട്ടർ പ്രൊഫഷൻ ആയിരുന്നു, അതോടൊപ്പം തന്നെ സർവേയറും കൂടി ആയിരുന്നു. ഞാൻ എൻ്റെ IT പ്രൊഫഷൻ ചേഞ്ച് ചെയ്ത് ട്രഡീഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്തു. 2012 തൊട്ട് ഞാൻ ട്രഡീഷണൽ ബിസിനസ്സിലുണ്ട്. ഇന്ന് ഞാനൊരു മെഡിക്കൽ ഷോപ്പും ക്ലിനിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ഒപ്പം കഴിഞ്ഞ 2.5 വർഷങ്ങൾക്ക് മുമ്പാണ് വിന്നിംഗ് ടീം പ്രൊവൈഡ് ചെയ്യുന്ന ഈ കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായത്. താങ്ക് ഗോഡ്, താങ്ക് യു വിന്നിംഗ് ടീം. ഇന്ന് നമ്മളെല്ലാവരും ഈ ലോക്ക്ഡൌൺ പീരീഡിൽ ഇത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. So I welcome all of you for this consumer empowerment opportunity seminar by Winning Team. Winning Team എന്ന ഓർഗനൈസേഷൻ ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കാനും തയ്യാറുള്ള ആളുകൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻസും ഗൈഡൻസും ട്രെയിനിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓർഗനൈസേഷൻ ആണ് വിന്നിംഗ് ടീം. ഈ ഓർഗനൈസേഷൻ ഇന്ന് ഇന്ത്യയിലും വിദേശത്തുമായി ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. എന്താണ് ഈ കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി സെമിനാർ? ഇന്ന് നമുക്കറിയാം, നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സ് ആണ്. രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒത്തിരി കമ്പനികളുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പ്രഭാതം തൊട്ട് പ്രദോഷം വരെ ഒത്തിരി ബ്രാൻഡ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സോ ആസ് എ കൺസ്യൂമർ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വരവാണോ ചെലവാണോ? ഇതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ആൻസർ വെരി സിമ്പിൾ ആണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഏത് ആവശ്യം നമ്മൾ നടത്തുക അതൊരു ചെലവായിരിക്കും. പക്ഷേ നമ്മളുടെ ഈ ചെലവ് മറ്റ് കുറെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വരവാണ്. യെസ് ഓർ നോ? ഇവിടെയാണ് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി സെമിനാർ പ്രസക്തമാകുന്നത്. അഥവാ നമ്മളുടെ ചെലവിൽ നിന്ന് നമുക്കൊരു വരവുണ്ടാക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി. അതാണ് ആക്ച്വലി വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും. നമുക്കൊക്കെ ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. സോ അതിനുവേണ്ടി നമ്മൾ പല മേഖലകളും സെർച്ച് ചെയ്യുന്നുണ്ടാവും, പല മേഖലകളും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടാവും. ഇവിടെയാണ് വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷൻ ദ പവർഫുൾ ആയിട്ടുള്ള കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി വഴി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു മാർഗം തുറന്നു തരുന്നത്. ഐ വെൽക്കം ഓൾ ഓഫ് യു ഫോർ ദിസ് വണ്ടർഫുൾ കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി സെമിനാർ ബൈ വിന്നിംഗ് ടീം. താങ്ക് യു. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ ടു ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ്. ജീവിതത്തിൽ നമുക്ക് എങ്ങനെ വിജയിക്കാം? സോ അതിന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വാട്ട് ഈസ് ദ സക്സസ് ഓൾ അബൌട്ട്. എന്താണ് ഈ സക്സസ്? പല ആളുകളോടും ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിലായിരിക്കും ഡെഫിനിഷൻ. മേ ബി കുട്ടികളോട് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു പക്ഷേ എക്സാമിന് പാസ്സാവുക, അല്ലെങ്കിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർ ആ കളിയിൽ വിജയിക്കുക, ഇങ്ങനെയൊക്കെ പലരും പല രീതിയിലുള്ള ഡെഫിനിഷൻസ് ആയിരിക്കും സക്സസിന് പറയുന്നുണ്ടായി. സോ നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സക്സസുമായി കണക്ട് ചെയ്ത കുറച്ച് പോയിന്റ്സ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്പർ 1, ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാം ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. ഞാൻ എന്റെ പ്രൊഫഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ തന്നെ ഇന്ന് എന്റെ ഈ പ്രസന്റേഷൻ കേൾക്കുന്ന ആളുകളൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു ഇൻകം കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി കളർഫുൾ ആവുന്നുണ്ട്. അങ്ങനെ എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? മറ്റു ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറെ കാലമായിട്ട് പല മേഖലയിലായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളത് എന്ന് പറയാൻ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. സോ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സക്സസ് എന്നുള്ളതിന്റെ ഒരു മീനിങ്. മറ്റു ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മേ ബി ചില ആളുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി നല്ല കാലം അവർ അവിടെ സ്പെൻഡ് ചെയ്തു, നല്ല രീതിയിലുള്ള സമ്പത്തൊക്കെ ഉണ്ടാക്കി, ഇനി ശിഷ്ടകാലം കുടുംബത്തിനോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്ന് എല്ലാം അവർ വിനിയോഗിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് തന്നെ മേ ബി അവർ വലിയ രീതിയിലുള്ള ഹെൽത്ത് ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി അവർ ഇത്രയും കാലം നേടിയെടുത്തിട്ടുള്ള സമ്പത്തും അതോടൊപ്പം തന്നെ അവരുടെ ബാക്കിയുള്ള സമയവും എല്ലാം അവർ ഹെൽത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അവരോട് നമ്മൾ ചോദിക്കുകയാണ് വാട്ട് ഇസ് സക്സസ് ഓൾ അബൌട്ട്? അവർക്ക് പറയാനുള്ള ആൻസർ വെരി സിമ്പിൾ ആണ്. അവർ പറയും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല, ഒരു നല്ലൊരു ആരോഗ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ സക്സസ്. സോ ഓരോ ആൾക്കാർക്കും ഇതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും. ഞാൻ കുറച്ച് പാരാമീറ്റേഴ്സ് കാണിക്കുന്നത് മാത്രം. സോ മറ്റു ചില ആൾക്കാരെ സംബന്ധിച്ചുള്ള ഒരു ടൈം ഫ്രീഡം, കാരണം പൈസക്ക് ഇഷ്ടമാണ് പക്ഷെ സമയത്തിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ്. ഈ ഇത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന ടൈം ഫ്രീഡം ആയിരിക്കാം. സോ മറ്റു ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവർ ഫിനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തിക സ്വാതന്ത്ര്യം. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം.
ഇപ്പൊ നമുക്കറിയാം ഫെസ്റ്റീവ് സീസൺ ഒക്കെ വരാണ്ട്, മേ ബി ഓണം, വിഷു, അല്ലെങ്കിൽ പെരുന്നാൾ, അല്ലെങ്കിൽ ക്രിസ്മസ്, ഇങ്ങനത്തെ പല ഫെസ്റ്റിവൽ നമ്മൾ കേരളത്തിൽ എസ്പെഷ്യലി ഈ ഫെസ്റ്റീവ് സീസണിൽ ഇപ്പൊ നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, നമ്മുടെ ഫാമിലിയോട് ഒന്നിച്ച് ഈ ഫെസ്റ്റിവൽ നമ്മൾ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു എന്ന് പറയും. ഉള്ള ഒരു ഷോപ്പിംഗ് മാളിലേക്ക് നമ്മൾ പോകുന്നു, അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ അവരോട് പറയുന്നു, നമ്മൾ ഈ ഫെസ്റ്റിവൽ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് എന്താണ് അത് നിങ്ങൾ പർച്ചേസ് ചെയ്യണം, ഒരിക്കലും പ്രൈസ് നോക്കേണ്ടതില്ല. അങ്ങനെ ഒരു പെരുന്നാൾ, അങ്ങനെ ഒരു ഓണം, അങ്ങനെ ഒരു ക്രിസ്മസ്, ഫ്രണ്ട്സ് ആലോചിച്ച് നോക്കുക. പലപ്പോഴും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ഏറ്റവും നല്ല കളർഫുൾ ആയിട്ടുള്ള, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കും അവിടുത്തെ സെയിൽസ്മാൻ ആദ്യം തന്നെ നമുക്ക് എടുത്തു തരുന്നുണ്ട്. പക്ഷെ മറിച്ച് നോക്കുമ്പോൾ പ്രൈസ് മനസ്സിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാതെ. യെസ്. ഇവിടെ ഞാൻ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ വെരി സിമ്പിൾ, സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സോ മറ്റു ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ലീവ് എ ലെഗസി, ജീവിതത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തലമുറകൾ ഓർക്കത്തക്കതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ച് പോകും. സോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫ് ആഗ്രഹമുണ്ടോ? സോ മേ ബി ഒരു അഡീഷണൽ ഇൻകം, ഓർ ഓൺ ബിസിനസ്, ഓർ ഗുഡ് ഹെൽത്ത്, ഓർ ടൈം ഫ്രീഡം, ഓർ ഫിനാൻഷ്യൽ ഫ്രീഡം, ഓർ ലീവ് എ ലെഗസി. ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സോ വൺസ് അഗൈൻ ദ ക്വസ്റ്റ്യൻ നമ്പർ 2, ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ആത്മാർത്ഥമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ പറ്റൂ എന്ന് വാശിയുള്ള എത്ര പേരുണ്ട്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിന്നിംഗ് ടീം പ്രൊവൈഡ് ചെയ്യുന്ന കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി മീറ്റ് നിങ്ങളെ സഹായിച്ചേക്കാം. സോ ലോകത്താകമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാന്യമായിട്ടുള്ള രീതിയിൽ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെ എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ 4 വിഭാഗമാണെന്ന് പറയപ്പെടുന്നു. നമ്പർ 1 എംപ്ലോയീസ്, നമ്പർ 2 സെൽഫ് എംപ്ലോയീസ്, ആൻഡ് നമ്പർ 3 ബിസിനസ് ഓണേഴ്സ്, ആൻഡ് നമ്പർ 4 ഇൻവെസ്റ്റേഴ്സ്. എംപ്ലോയീസ് അഥവാ അവർ സമയം കൊടുത്ത് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, ഏതെങ്കിലും പ്രൈവറ്റ് സെക്ടറിലോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലോ എവിടെയെങ്കിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അവർ നിശ്ചിത സമയം വർക്ക് ചെയ്യുന്നു, അതിനുവേണ്ടി അവർക്ക് ഒരു സാലറി അല്ലെങ്കിൽ ദിവസ വേതനം ലഭിക്കുന്നു. സോ സെൽഫ് എംപ്ലോയീസ് അഥവാ അവരുടെ ജോലിയുടെ ബോസ് അവർ തന്നെയാണ്, സ്വന്തമായിട്ട് എന്തെങ്കിലും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു നമ്മുടെ നാട്ടിലെ കപ്പലണ്ടി കച്ചവടം നടത്തുന്ന വ്യക്തിയാണെങ്കിലും, ഒരു സ്വന്തമായ ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന വ്യക്തിയാണെങ്കിലും അയാളൊക്കെ സെൽഫ് എംപ്ലോയീസ് ആണ്. സെയിം ടൈം ഒരു ഡോക്ടർ സ്വന്തമായിട്ട് ക്ലിനിക്ക് നടത്തുന്നുണ്ടെങ്കിൽ അയാളും ഒരു സെൽഫ് എംപ്ലോയി ആണ്. സെയിം ടൈം ഒരു എഞ്ചിനീയർ സ്വന്തമായിട്ട് ഒരു ഓഫീസൊക്കെ ഇട്ട് ഡ്രോയിങ്ങും പ്രാക്ടീസും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സെൽഫ് എംപ്ലോയി. സോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. സോ ഈ 2 വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ആൻഡ് നെക്സ്റ്റ് കാറ്റഗറി ബിസിനസ് ഓണർ. ഇപ്പൊ നമ്മൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും നോർമലി എല്ലാവരും പറയാറുള്ള ഒരു ആൻസർ ഉണ്ട്, എന്താ ചെയ്യുന്നത്, കാര്യമായിട്ടൊന്നും പരിപാടി ഇല്ലെങ്കിലും പറയും ബിസിനസ് ആണ്. ഈ ഒരു എക്കണോമിക് അനാലിസിസ് നമ്മൾ പഠിപ്പിച്ചു തന്ന വ്യക്തിയാണ് റോബർട്ട് കിയോസാക്കി. അദ്ദേഹം എഴുതിയിട്ടുള്ള ബിസിനസ് സ്കൂൾ എന്നുള്ള ബുക്കിൽ അവിടെ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു, ഒരു വ്യക്തി ഒരു ബിസിനസ് എംപയർ കെട്ടിപ്പടുക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ പോലും ആ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ സാന്നിധ്യമുള്ള സമയത്തേക്കാൾ കൂടുതൽ വരുമാനം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ ഒരു ബിസിനസ്സുകാരൻ. സോ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇന്ന് നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള എത്ര ബിസിനസ്സുകാരുണ്ട്. സോ ഇത്തരത്തിലുള്ള ബിസിനസ്സുകാരാണ് ആക്ച്വലി റീഇൻവെസ്റ്റ് ചെയ്യുന്നത്, അഥവാ വീണ്ടും പുതിയ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ലോകത്താകമാനമുള്ള പോപ്പുലേഷനിൽ ആദ്യത്തെ വിഭാഗമായുള്ള എംപ്ലോയീസ് ഓർ സെൽഫ് എംപ്ലോയി, ഈ വിഭാഗത്തിലാണ് 90% ആളുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി വരുന്ന 10% ആളുകൾ മാത്രമേ ഈ പറയുന്ന ബിസിനസ് ഓണർ ഓർ ഇൻവെസ്റ്റർ എന്നുള്ള കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷേ ലോകത്തുള്ള ടോട്ടൽ സമ്പത്തിന്റെ 90% കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ 10% ആളുകളാണ്. ബാക്കി വരുന്ന 10% അസറ്റ് മാത്രമേ ഈ 90% ആളുകളുടെ അടുത്ത്. അഥവാ ഈ ഒരു വിഭാഗം എന്ന് പറയുന്നത് ആക്റ്റീവ് ഇൻകം കാറ്റഗറിയാണ്. ദ സെയിം ടൈം ബിസിനസ് ഓണർ ഓർ ഇൻവെസ്റ്റർ അവർ സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ടാവും, ആ സിസ്റ്റം അവർക്ക് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, അതുകൊണ്ട് തന്നെ അവരൊരു പാസീവ് ഇൻകം കാറ്റഗറിയിലാണ്. അപ്പൊ നമുക്ക് ഇതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിന്റെ ഗ്രാഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ആക്റ്റീവ് ഇൻകം വർക്ക് ചെയ്യുന്ന ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ജോലി സ്റ്റാർട്ട് ചെയ്തു, ആ ജോലി സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ അവർക്ക് ഇൻകം സ്റ്റാർട്ട് ചെയ്യും. ആ ഇൻകം വർക്ക് ചെയ്യുന്നതിനോടോളം വന്നുകൊണ്ടേ നിൽക്കുന്നുണ്ടാവും. ദെൻ ഗ്രാജുവലി ആ ഗ്രാഫ് പോകുന്ന പോലെ വർക്ക് എപ്പം കുറക്കുന്നു ആ സമയത്ത് ഇൻകം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ആക്റ്റീവ് ഇൻകം അഥവാ എംപ്ലോയി ഓർ സെൽഫ് എംപ്ലോയി കാറ്റഗറിന്റെ അവസ്ഥ. ദ സെയിം ടൈം ആ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ബിസിനസ് ഓണർ ഓർ ഇൻവെസ്റ്റർ, ഈ കാറ്റഗറിയിലുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, അവർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. ദെൻ ഗ്രാജുവലി അവർ വർക്ക് ചെയ്താലും ഇല്ലെങ്കിൽ അവരുടെ ഇൻകം വന്നുകൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ ലിവ് എ ലെഗസി എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് മാറിയിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു കാറ്റഗറിയിലായിരിക്കും. സോ ഇതാണ് ഒരു സിസ്റ്റം. നമുക്കൊരു കാര്യം വ്യക്തമായി, ദർ ഇസ് നോ എംപ്ലോയി മില്യണർ ഇൻ ദ വേൾഡ്. ലോകത്ത് ഇന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ ബിസിനസ് ചെയ്തിട്ടാണ്. സോ ടു ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ് യു നീഡ് ടു ഡു ബിസിനസ്. ബിസിനസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്ന കൺഫ്യൂഷൻ ആണ്, നമുക്ക് എന്ത് ബിസിനസ് ചെയ്യണം. ഇന്ന് ലോകത്തിൽ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് മൈക്രോസോഫ്റ്റിന്റെ ഓണർ ബിൽ ഗേറ്റ്സ്. നമുക്കൊക്കെ അറിയാം, അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയി ലോകത്തിലെ തന്നെ നമ്പർ 1 പൊസിഷൻ ആയ സമയത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു, ആക്ച്വലി വാട്ട് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് യുവർ സക്സസ്? അദ്ദേഹം തന്ന ഒരു ആൻസർ ഉണ്ട്, ടു ബി ഇൻ ദ റൈറ്റ് ബിസിനസ് ഇൻ ദ റൈറ്റ് ടൈം വിത്ത് റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. ശരിയായ സമയത്ത് ശരിയായ ബിസിനസ്സിൽ
ശരിയായിട്ടുള്ള ആൾക്കാരോട് കൂടെ എത്തിച്ചേരാൻ പറ്റി എന്നുള്ളതാണ് എന്റെ വിജയത്തിന്റെ സീക്രട്ട്. നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടു ബി ഇൻ ദ റൈറ്റ് ബിസിനസ് ഇൻ ദ റൈറ്റ് ടൈം വിത്ത് റൈറ്റ് കൈൻഡ് ഓഫ് എ പീപ്പിൾ. ബിൽ ഗേറ്റ്സ് തന്നിട്ടുള്ള നിർദ്ദേശമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഇന്ന് എല്ലാ ആളുകളുടെയും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ $1 million ക്വസ്റ്റ്യൻ ആണ്, എന്ത് ബിസിനസ് ചെയ്യണം? ഇതിനെ കുറിച്ചാണ് ആർക്കും വ്യക്തതയില്ല. പക്ഷെ എന്താണ് ഇനിയുള്ള ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബിസിനസ്? സോ നമുക്ക് ജസ്റ്റ് അനലൈസ് ചെയ്യാം. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബിസിനസ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാകാൻ പറ്റും. സോ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബിസിനസ് ഇൻഡസ്ട്രി നമ്പർ 1 വെൽനസ്. സോ വെൽനസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഇൽനസ്. അഥവാ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയി ഡെവലപ്പ് ചെയ്ത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ബിസിനസ് മോഡലാണ് ഇൽനസ് ഇൻഡസ്ട്രി. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വെൽനസ്. സൗഖ്യ വിപ്ലവം അഥവാ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. ഇന്ന് ഈ വെൽനസ് ഇൻഡസ്ട്രിയുമായി കണക്ട് ചെയ്ത് ബൂം ചെയ്യാൻ പോകുന്ന കുറച്ച് ഇൻഡസ്ട്രീസിനെ ഞാൻ പരിചയപ്പെടും. നമുക്കറിയാം, പണ്ട് കാലത്ത് പോഷക സമൃദ്ധമായ ഭക്ഷണം ആളുകൾ നല്ല രീതിയിൽ കഴിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഹെൽത്ത് ചലഞ്ചസ് അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ഡിസീസസ് ഒന്നും അവരെ ഫേസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇവിടെയാണ് വെൽനസ് ഇൻഡസ്ട്രി പ്രസക്തമാകുന്നത്. ഈ ഇൻഡസ്ട്രിയുമായി കണക്ട് ചെയ്ത് ഇനി ഇപ്പോൾ ഓൾറെഡി ബൂം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത കുറച്ച് വർഷങ്ങൾ 2040 വരെ ഈ ഇൻഡസ്ട്രി ഫ്ലറിഷ് ചെയ്യാൻ പോവാം. സോ 2020 അതിന്റെ ടേക്ക് ഓഫ് ടൈമാണ്. സോ വെൽനസ് ഇന്ന് നമുക്കറിയാം, ഈ ഒരു മഹാമാരി വന്ന സമയത്തും വേൾഡ് ടോട്ടലി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേർഡാണ് ഇമ്മ്യൂണിറ്റി. എന്താണ് ഇമ്മ്യൂണിറ്റി? സോ വെൽനസ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി ആയിട്ട് കണക്ട് ചെയ്ത് ബൂം ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രികളെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇനി മിനറൽ വാട്ടറുകളുടെ ബിസിനസ് ബൂം ചെയ്യുന്നുണ്ടാവും. ആൻഡ് നമ്പർ 2 വാട്ടർ പ്യൂരിഫയറുകളുടെ ബിസിനസ് ബൂം ചെയ്യുന്നുണ്ടാവും. എയർ പ്യൂരിഫയറുകളുടെ ബിസിനസ് ബൂം ചെയ്യും. അതോടൊപ്പം തന്നെ ഫുഡ് സപ്ലിമെന്റ്, ഓർഗാനിക് ഫുഡ് സപ്ലിമെന്റുകൾ, ദെൻ വെൽനസ് ക്ലിനിക്കുകൾ, വെൽനസ് റെസ്റ്റോറന്റുകൾ, മെഡിക്കൽ ലബോറട്ടറീസ്, ഫിറ്റ്നസ് സെന്ററുകൾ, ഫിറ്റ്നസ് എക്യുപ്മെന്റുകൾ, വെൽനസുമായി കണക്ട് ചെയ്ത ഇൻഫർമേഷൻസ്, ഇങ്ങനെ തുടങ്ങി ഒത്തിരി മേഖല ഈ ഇൻഡസ്ട്രി ആയിട്ട് കണക്ട് ചെയ്ത് ബൂം ചെയ്യാൻ പോകും. ഇതിൽ ഏത് മേഖലയായിട്ട് കണക്ട് ചെയ്താലും സക്സസ്ഫുൾ ആകാൻ പറ്റും. കാരണം 2040 വരെ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്താകമാനം ഫാസ്റ്റ് ആയിട്ട് ബൂം ചെയ്യാൻ പോകുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രിയാണ് വെൽനസ്. ആൻഡ് നമ്പർ 2 ഇ കൊമേഴ്സ്. ഇതിനെക്കുറിച്ച് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. കാരണം നമുക്കിന്ന് അറിയാം, ഇന്ന് ഏത് വലിയ ടൗണിലാണെങ്കിലും വലിയ വലിയ ഷോപ്പുകളൊക്കെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് ഇ കൊമേഴ്സ്. കാരണം വലിയ വലിയ മാളുകളിലൊക്കെ ഭയങ്കര തിരക്കാണ്, ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഓരോ പ്രോഡക്ട്സുകളൊക്കെ നോക്കുന്നുണ്ടാവും. മേ ബി ഒരു കോട്ട് ആണെങ്കിൽ അവർ ജസ്റ്റ് വെയർ ചെയ്ത് നോക്കുന്നത്, ഷർട്ട് ആണെങ്കിലും ഒക്കെ വെയർ ചെയ്യും, ബ്രാൻഡ് അവർ നോക്കുന്നുണ്ടാവും, സൈസ് എല്ലാം നോക്കി കഴിഞ്ഞിട്ട് ഇപ്പൊ വരാന്ന് അവർ പോകും. ദെൻ അതിനുശേഷം അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജസ്റ്റ് അവർ മൊബൈൽ ഫോൺ എടുക്കും, അവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും. മേ ബി ആമസോൺ ഓർ ഫ്ലിപ്കാർട്ടിൽ ഇതേ ബ്രാൻഡ് ഇതേ സൈസ് എല്ലാം നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു, ഇനി അത് ഏത് റേറ്റിൽ വരുന്നു. ഇന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആണ്. ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള പല ബിസിനസ്സുകളും ഇ കൊമേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ മേ ബി നെക്സ്റ്റ് 2 to 3 years, മേ ബി 5 years വാഷ് ഔട്ട് ആയേക്കും. സോ ഇത്ര മാത്രം ഫാസ്റ്റ് ആയിട്ടാണ് ഇൻഡസ്ട്രി ബൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വാട്ട് ഇസ് ദ നെക്സ്റ്റ്? ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഡയറക്ട് സെല്ലിംഗ്. ലോകത്ത് കഴിഞ്ഞ 50 വർഷക്കാലമായി നിലനിൽക്കുന്നതും ഇന്ന് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ടൈമിലേക്ക് കുതിച്ചു കയറിയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. വാട്ട് ഇസ് ഡയറക്ട് സെല്ലിംഗ് ഓൾ അബൌട്ട്? ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അനദർ മോഡൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നേ പറയാവൂ. ഡെഫിനിഷൻ ഒന്ന് ഡീറ്റെയിൽ ചെയ്യാം. നമ്മുടെ രാജ്യത്ത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഡിസ്ട്രിബ്യൂഷൻ മോഡലായിരുന്നു, അല്ലെങ്കിൽ ക്രയവിക്രയങ്ങൾ നടന്നിരുന്ന ഒരു മോഡലായിരുന്നു ബാർട്ടർ സിസ്റ്റം. ഉൽപ്പന്നങ്ങൾ ആവശ്യമുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉൽപ്പന്നങ്ങൾ തന്നെ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം. അതിനുശേഷമാണ് ഇൻഡസ്ട്രിയൽ ഏജ് വന്നപ്പോൾ കമ്പനികളും ഫാക്ടറികളും മെഷീനറികളൊക്കെ വന്നു. അങ്ങനെ വ്യാവസായിക വിപ്ലവത്തിന്റെ കാലം വന്നു. അപ്പോൾ കമ്പനികളും ഫാക്ടറികളൊക്കെ വന്നുകൊണ്ട് തന്നെ കമ്പനികൾ ഉൽപ്പന്നം ഉണ്ടാക്കുകയും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രഡീഷണൽ ബിസിനസ് മോഡലിലേക്ക് കമ്പനികൾ ഉൽപ്പന്നം ഉണ്ടാക്കുകയും ആ ഉൽപ്പന്നങ്ങളെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വഴി കടത്തിവിട്ട് അതോടൊപ്പം തന്നെ ആ ഉൽപ്പന്നങ്ങളുടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു അഡ്വർടൈസ്മെന്റ് നടത്തി ട്രഡീഷണൽ ബിസിനസ് സിസ്റ്റം എന്ന് പറയുന്നു. ഇവിടെ നിന്നും കാലം പുരോഗമിച്ചു. അതിനുശേഷം വന്ന ഒരു മറ്റൊരു അനദർ മോഡൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇ കൊമേഴ്സ് എന്ന പ്ലാറ്റ്ഫോം. സോ അതിനുശേഷം ലോകത്ത് കഴിഞ്ഞ 50 വർഷമായിട്ട് നിലവിലുള്ളതും എന്നാൽ ഇപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വെരി സിമ്പിൾ. കമ്പനികൾ ഉൽപ്പന്നം ഉണ്ടാക്കുന്നു. ആ ഉൽപ്പന്നങ്ങളെ ഡിസ്ട്രിബ്യൂഷൻ അഡ്വർടൈസ്മെന്റ് ചാനലുകളെ കട്ട് ചെയ്ത്, അഥവാ കമ്പനികൾ ഉൽപ്പന്നം ഉണ്ടാക്കുകയും കമ്പനിയുടെ തന്നെ ഡയറക്ട് ഓർ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് വഴി ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് എത്തിക്കുകയും ഡിസ്ട്രിബ്യൂഷനും അഡ്വർടൈസ്മെന്റിനും വേണ്ടി കമ്പനികൾ ചെലവഴിക്കപ്പെടുന്ന ഭീമമായ തുക അത് ഉപഭോക്താവിന് തന്നെ തിരികെ നൽകുകയും ചെയ്യുന്ന നൂതനമായ ബിസിനസ് രീതിക്കാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇൻഡസ്ട്രി ലോകത്ത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ബിസിനസ് സിസ്റ്റം എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ ട്രഡീഷണൽ ബിസിനസ് സിസ്റ്റം ആണ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ട്, അഥവാ C&F ഉണ്ടാവും, നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ, റീജിയണൽ ഡിസ്ട്രിബ്യൂട്ടർ, ലോക്കൽ ഡിസ്ട്രിബ്യൂട്ടർ, ഹോൾസെയിലർ, റീറ്റെയിലർ. ഈ ഒരു സിസ്റ്റത്തിലായിരിക്കും ട്രഡീഷണൽ ബിസിനസ് സിസ്റ്റം. മേ ബി നിങ്ങൾ 100 രൂപ ഒരു റീറ്റെയിൽ ഷോപ്പിൽ MRP കൊടുത്ത് വാങ്ങുന്ന ഉൽപ്പന്നത്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റും കമ്പനിയുടെ പ്രോഫിറ്റും ഓൾമോസ്റ്റ് ഒരു 40% അഥവാ മേ ബി ഒരു 40 rupees. ദ സെയിം ടൈം ബാക്കി വരുന്ന 60% മേ ബി 60 രൂപ
ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ചാനലിനും അഡ്വർടൈസിനും വേണ്ടിയാണ്. ഇവിടെയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന കോൺസെപ്റ്റ് പ്രസക്തം വന്നു. ഇവിടെ കമ്പനി, ദെൻ കമ്പനിയുടെ തന്നെ ഡയറക്ടർ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ്, ദെൻ കസ്റ്റമർ. സോ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് എത്തുന്നതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂഷനും അഡ്വർടൈസ്മെന്റിനും വേണ്ടി കമ്പനികൾ ചെലവഴിക്കപ്പെടുന്ന 60% ഫണ്ട് ഉപഭോക്താവിന് തന്നെ തിരികെ നൽകുന്ന നൂതനമായ ബിസിനസ് രീതി. ഇതിനാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. വിന്നിംഗ് ടീം പ്രൊവൈഡ് ചെയ്യുന്ന കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി മീറ്റിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് ഇതാണ്. കാരണം ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ച ചെലവിൽ നിന്ന് വരവുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന് വേൾഡ് വൈഡ് ഈ ഒരു ഇൻഡസ്ട്രി ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 32 കോടി പോപ്പുലേഷൻ മാത്രമുള്ള അമേരിക്കയിൽ 2,12,550 കോടിയുടെ ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ചൈന എടുത്തു കഴിഞ്ഞാൽ 140 കോടി പോപ്പുലേഷൻ, ഏകദേശം 1.25 ലക്ഷം കോടിക്ക് മുകളിലാണ് അവിടുത്തെ ടേൺ ഓവർ. ഇങ്ങനെ ഓരോ രാജ്യം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഫൈനലി ജപ്പാൻ, കൊറിയ, ബ്രസീൽ, ജർമ്മനി, മെക്സിക്കോ, ഫ്രാൻസ് ആൻഡ് മലേഷ്യ. 3 കോടി മാത്രം പോപ്പുലേഷൻ ഉള്ള മലേഷ്യയിൽ 30,550 കോടിയുടെ ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ, നമ്മുടെ കേരളത്തിൽ മാത്രം മലേഷ്യയേക്കാൾ കൂടുതൽ പോപ്പുലേഷൻ. സോ ഇത്ര മാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. ഇത് വേൾഡ് വൈഡ് ആണെന്ന് നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഇന്ത്യ 132 കോടി പോപ്പുലേഷൻ, 13,000 കോടിയിലാണ് നമ്മുടെ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇപ്പൊ എത്തി നിൽക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സർവേ നടന്ന സമയത്ത് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി 7,800 കോടിയിലായിരുന്നു. അഥവാ ഡിമോണിറ്റൈസേഷന് ശേഷം ഇന്ത്യയിലെ മുഴുവൻ ഇൻഡസ്ട്രികളും പല ഡിഫറെന്റ് ആയിട്ടുള്ള ചലഞ്ചസും കാര്യങ്ങളൊക്കെ വന്ന് താഴെ പോയ സമയത്തും 5,200 കോടിയുടെ അധിക ബിസിനസ് വോള്യം ഉണ്ടാക്കി, ടേൺ ഓവർ ഉണ്ടാക്കി, ഇന്ത്യയിൽ ബൂമിംഗ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. മൈ ഡിയർ ഫ്രണ്ട്സ്, 7,800 കോടിയിൽ നിന്നാണ് നമ്മൾ 13,000 കോടിയിലേക്ക് കഴിഞ്ഞ 2 വർഷം കൊണ്ട് ബൂം ചെയ്തത്. നമുക്കറിയാം, ഇന്ന് ബിസിനസ്സുകാരോട് ആരോട് അന്വേഷിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ബിസിനസ് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും പറയാനുള്ള ഒരേ ഒരു ആൻസർ ആണ് മോശമാണ്. ഇവിടെയാണ് ഒരു ഇൻഡസ്ട്രി 5,200 കോടിയുടെ അധിക ബിസിനസ് ഉണ്ടാക്കി കഴിഞ്ഞ 2 വർഷമായിട്ട് ബൂം ചെയ്തു. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും KPMGയും ഫിക്കിയും ചേർന്ന് നടന്നിട്ടുള്ള സർവേ റിപ്പോർട്ട് പ്രകാരം പറയുന്നു, ഇന്ത്യ ഇസ് എ സ്ലീപ്പിംഗ് ജയന്റ്. 2025 കൂടെ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നമ്മൾ ഈ 13,000 കോടിയിൽ നിന്ന് 64,500 കോടിയിലേക്ക് എത്താൻ പോകും. ഇത്ര മാത്രം പവർഫുൾ ആയിട്ടുള്ള സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രി കൂടിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. നമ്മുടെ രാജ്യത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ലോകത്താകമാനം ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന 3 ഇൻഡസ്ട്രികളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്പർ 1 വെൽനസ്, ആൻഡ് നമ്പർ 2 ഇ-കൊമേഴ്സ്, ആൻഡ് നമ്പർ 3 ഡയറക്ട് സെല്ലിംഗ്. സോ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിനെ കുറിച്ച് ഇത്രമാത്രം ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളോട് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹൗ ടു ചൂസ് എ ജെനുവിൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി. എങ്ങനെ നമുക്ക് ഒരു ജെനുവിൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ചൂസ് ചെയ്യാം? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. കാരണം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ മറവിൽ ഇഷ്ടം പോണം മണി ചെയിൻ സ്കീമുകൾ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനമാണ് നമ്മുടെ സ്റ്റേറ്റ്. കാരണം നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യത്ത് പോലീസ് ഉണ്ട്, അതേപോലെ തന്നെ കോടതികളുണ്ട്, അതേപോലെ തന്നെ ക്രൈം ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള എല്ലാ നിയമ സംവിധാനങ്ങളും. സ്റ്റിൽ ഇപ്പോഴും കള്ളന്മാരുണ്ട്. അതേപോലെ നമ്മുടെ രാജ്യത്ത് ഇന്ന് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒക്കെ ഡയറക്ട് സെല്ലിങ്ങിന് ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, അതുകൊണ്ട് ഇനി വരുന്ന എല്ലാ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും ജെനുവിനാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഈ ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഏതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. നമ്പർ 1 കമ്പനി പ്രൊഫൈൽ ആൻഡ് മാനേജ്മെന്റ് പ്രൊഫൈൽ. ആ കമ്പനി എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് സ്വന്തമായിട്ടുള്ള മാനുഫാക്ചറിംഗ് ബേസ്മെന്റ് ഉണ്ടോ, സ്വന്തമായിട്ട് ഓഫീസുകൾ ഉണ്ടോ, എന്താണ് ആ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ആൻഡ് മാനേജ്മെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട്. മുമ്പൊക്കെ കേട്ടിട്ടുള്ള പല ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെയും സ്റ്റേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ള അവസ്ഥയാണ്, മേ ബി കള്ളന്മാരൊക്കെ ആയിരിക്കും അതിന്റെ ഫൗണ്ടേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സോ കമ്പനി പ്രൊഫൈൽ ആൻഡ് മാനേജ്മെന്റ് പ്രൊഫൈൽ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ആൻഡ് നമ്പർ 2 അവരുടെ വിഷൻ ആൻഡ് മിഷൻ. കമ്പനി മാനേജ്മെന്റിന്റെ വിഷൻ എന്താണ്, അതോടൊപ്പം അവരുടെ മിഷൻ എന്താണ്, ഇത് നമ്മൾ അന്വേഷിച്ചേ പറ്റും. കാരണം അവർക്ക് വലിയ രീതിയിലുള്ള പദ്ധതികളുണ്ടോ, അതോ 5-6 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് അവരുടെ പോക്കറ്റ് കുറച്ച് സേഫ് ആയതിനു ശേഷം എസ്കേപ്പ് ആവുന്നതാണ് പ്ലാൻ. സോ വിഷനും മിഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ എക്സലന്റ് ആയിട്ടുള്ള പ്രോഡക്ട്സും സർവീസും പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് നമ്മൾ എൻഷുർ ചെയ്യുന്നത്. പലപ്പോഴും നമുക്കറിയാം, ഈ ഇൻഡസ്ട്രിയിൽ പല ഏതെങ്കിലും ABC കമ്പനികൾ അവർ പ്രോഡക്ട്സ് ബ്രാൻഡ് ചെയ്യുന്നു, ദെൻ ഒരു ലിമിറ്റഡ് പീരീഡിൽ അവർ പ്രോഡക്ട്സ് കൊടുക്കുന്നു, അത് കഴിഞ്ഞാൽ ആ കമ്പനി തന്നെ ഉണ്ടാവും. സോ എക്സലന്റ് ആയിട്ടുള്ള പ്രോഡക്ട്സും സർവീസും പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി മീൻസ് അവർക്ക് സ്വന്തമായിട്ട് പ്രോഡക്ട്സ് മാനുഫാക്ചറിംഗ് ബേസ്മെന്റ് ഉണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ട കാര്യമാണ്. കാരണം നിലനിൽക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ആൻഡ് നമ്പർ 4 മൊമെന്റം ആൻഡ് ഗ്രോത്ത്. ഈ കമ്പനി എങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയാണോ, ഗ്രോത്ത് ഉണ്ടോ ഈ കമ്പനിക്ക്, ഈ കമ്പനി കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിൽ മൊമെന്റം ഉണ്ടാക്കി ഗ്രോ ചെയ്യുന്ന കമ്പനിയാണ്. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നു. ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ കഴിഞ്ഞ ഇത്രയും വർഷത്തെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, സോ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരു മൊമെന്റം ആൻഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞ പാരാമീറ്റർ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ടത്. ഡയറക്ട് സെല്ലിംഗിലെ ജെനുവിൻ ആയിട്ടുള്ള ഒരു കമ്പനി നിലനിൽക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയെ സംബന്ധിച്ചുള്ള അവർ എത്ര വർഷമായി ഓപ്പറേഷൻ തുടങ്ങിയിട്ട് എന്നുള്ള വളരെ അന്വേഷിക്കേണ്ടത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്.
മേ ബി ഒരു 5 to 7 years ഓപ്പറേഷൻ എക്സ്പീരിയൻസ് ഉള്ള കമ്പനി ആണെങ്കിൽ ആ കമ്പനി നിലനിൽക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും കാലമായിട്ട് പൂട്ടിപ്പോയ എല്ലാ കമ്പനികളും 5 to 7 yearനുള്ളിൽ പൂട്ടിപ്പോയി. സോ അതുകൊണ്ട് തന്നെ ഒരു 7 year അല്ലെങ്കിൽ 5 to 7 yearsന്റെ എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ് മേ ബി അത് നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ദ സെയിം ടൈം ഒരു കമ്പനി പറയുകയാണെങ്കിൽ ഞങ്ങൾ 50 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്, അല്ലെങ്കിൽ 30 yearsന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. സെയിം ടൈം നമ്മൾ ചെക്ക് ചെയ്യേണ്ട പോയിന്റ് ആണ് മൊമെന്റം ആൻഡ് ഗ്രോത്ത്. വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനി. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയിൽ വരുന്നത്? ടു ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് നമ്മൾ ഇൻഡസ്ട്രി സെലക്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ കൂടെ അല്ലാതെ നമുക്ക് എങ്ങനെ വിജയിക്കാൻ പറ്റും? സോ ദ മൊമെന്റം ആൻഡ് ഗ്രോത്ത് നമ്മൾ ചെക്ക് ചെയ്യണം. ആൻഡ് ദ ബെസ്റ്റ് സപ്പോർട്ട് ആൻഡ് ട്രെയിനിങ് സിസ്റ്റം. കമ്പനിക്ക് തന്നെ എക്സലന്റ് ആയിട്ടുള്ള ട്രെയിനിങ് ആൻഡ് സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടോ എന്ന് നമ്മൾ എൻഷുർ ചെയ്യൽ വളരെ ഇമ്പോർട്ടന്റ്. പല കമ്പനികൾക്കും മേ ബി കുറച്ച് MLM ലീഡേഴ്സിനെ അവർ ഹയർ ചെയ്യുന്നുണ്ടാവും. ദെൻ ഒരു പീരീഡിൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. ദെൻ അതിനുശേഷം കമ്പനി ഉണ്ടാവില്ല, അഡ്രസ് ഉണ്ടാവും. പ്ലെയിൻ ലീഡേഴ്സ് അല്ലെങ്കിൽ അവരുടെ ലീഡേഴ്സ് വേറെ ഏതെങ്കിലും കമ്പനിയായിട്ട് വീണ്ടും അഗൈൻ മറ്റേതെങ്കിലും ഫോമിലേക്ക് പോകുന്ന സമയത്ത് ഈ കമ്പനിയെ വിശ്വസിച്ച് വന്ന ആളുകൾക്ക് അവർക്ക് ബിൽഡ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടായിക്കൊള്ളണം. സോ എക്സലന്റ് ആയിട്ടുള്ള ട്രെയിനിങ് ആൻഡ് സപ്പോർട്ടിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയെ നമ്മൾ എൻഷുർ ചെയ്യണം. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, ടൈംലി പേ ഔട്ട്. സമയത്തിന് അവരൊരു പർട്ടിക്കുലർ ഡേറ്റ് പറയുകയാണെങ്കിൽ ആ ഡേറ്റിൽ അവർ കറക്റ്റ് ആയിട്ട് പേ ഔട്ട് കൊടുക്കുന്ന കമ്പനിയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യൽ വളരെ ഇമ്പോർട്ടന്റ്. കാരണം പല കമ്പനികളും നമുക്കറിയാം തുടക്കത്തിൽ കുറച്ച് ദിവസമായിട്ട് ഡിലേ ആണ്, കുറച്ചുകൂടി കഴിയുമ്പോൾ സൈറ്റ് ബ്ലോക്ക് ആണ്, കുറച്ച് കഴിയുമ്പോൾ അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ചും കൂടി കഴിയുമ്പോൾ അങ്ങനെ സൈറ്റ് തന്നെ ഇല്ല എന്ന്. സോ ഇതൊക്കെ നമ്മൾ ഇൻഡസ്ട്രിയിൽ കണ്ടതുകൊണ്ടാണ് ബി കെയർഫുൾ. ജനങ്ങൾ എല്ലാവരും സക്സസ്ഫുൾ ആയിട്ട് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഓപ്പർച്യൂണിറ്റി സീക്കേഴ്സ് ആണ്. സോ അങ്ങനെ ഓപ്പർച്യൂണിറ്റി സെർച്ച് ചെയ്യുന്ന ആളുകളെ പലരും ചീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. സോ എനിവേ, ഒരു ജെനുവിൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇനി വിന്നിംഗ് ടീമിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി മീറ്റ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇൻഫർമേഷൻ ആയി കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണമെന്ന് നിങ്ങൾ ഇത്രയും പാരാമീറ്റേഴ്സ് ചെക്ക്, ഇത്രയും കാര്യങ്ങൾ ജെനുവിൻ ആയിട്ട് എങ്ങനെ ഒരു കമ്പനി ചൂസ് ചെയ്യാം എന്ന് പറഞ്ഞു തന്നുകൊണ്ട് തന്നെ വിന്നിംഗ് ടീം ഇന്ന് ഈ പറയുന്ന മുഴുവൻ പാരാമീറ്റേഴ്സും എൻഷുർ ചെയ്ത് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തി അത്രമാത്രം ക്രെഡിബിലിറ്റി ഉള്ള ഒരു കൺസ്യൂമർ ഓപ്പർച്യൂണിറ്റിയാണ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷൻ നമ്മുടെ ലൈഫിലൊക്കെ വിജയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡർ കമ്പനിയുടെ പേരാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. വാട്ട് ഇസ് ദിസ് വെസ്റ്റീജ് ഓൾ അബൌട്ട്? 2004 നമ്മുടെ ഇന്ത്യയിൽ രൂപം കൊണ്ട ഡൽഹിയിൽ ഒരു ഓഫീസും ബാംഗ്ലൂർ ഒരു ഓഫീസും, രണ്ട് ഓഫീസ് വെച്ച് 10-ൽ താഴെ ഉൽപ്പന്നങ്ങൾ വെച്ച് 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വെസ്റ്റീജ്. 2004 തൊട്ട് 2020 വരെയുള്ള കഴിഞ്ഞ 16 വർഷക്കാലം കൊണ്ട് 2 ഓഫീസിൽ നിന്ന് ഈ കമ്പനി ഇന്ന് ഇന്ത്യയിലാകമാനം 3000-ലധികം വരുന്ന ഔട്ട്ലെറ്റുകളും അതോടൊപ്പം തന്നെ ഒത്തിരി രാജ്യങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്ത ഒരു വലിയ കമ്പനിയായിട്ട് മാറി. നമുക്ക് ഈ കമ്പനിയുടെ പാരാമീറ്റേഴ്സ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. 2004 സ്റ്റാർട്ട് ചെയ്ത വേൾഡ് ക്ലാസ് വെൽനസ് പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന വൺ ആൻഡ് ഓൺലി ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വെസ്റ്റീജ്. ദെൻ എല്ലാ വർഷവും ഇയർ ആഫ്റ്റർ ഇയർ മൊമെന്റം ഉണ്ടാക്കി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി. ദെൻ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ആകമാനം ഏകദേശം 1,94,00,000-ലധികം വരുന്ന ഡിസ്ട്രിബ്യൂട്ടർ ഫോഴ്സ് ഉള്ള കമ്പനിയാണ് വെസ്റ്റീജ്. 3000-ലധികം വരുന്ന ഔട്ട്ലെറ്റ്. കൺസ്യൂമേഴ്സിന്, ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നം, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഉൽപ്പന്നം കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ തന്നെ ഡയറക്ടർ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകളായി 3000-ലധികം വരുന്ന ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സെന്റേഴ്സ് ഓൾ അക്രോസ് ദ കൺട്രി. 300-ലധികം വരുന്ന സ്വന്തമായ ഉൽപ്പന്നങ്ങൾ മാനുഫാക്ചർ, അതായത് 10-ൽ താഴെ ഉൽപ്പന്നങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് 16 വർഷം പിന്നിടുമ്പോൾ 300-ലധികം വരുന്ന ഉൽപ്പന്നങ്ങൾ, 2 ഓഫീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കമ്പനി ഇന്ന് 3000-ലധികം വരുന്ന ഔട്ട്ലെറ്റുകൾ. ഇന്ത്യ കൂടാതെ ദുബായ്, നേപ്പാൾ, ബംഗ്ലാദേശ്, ബഹ്റൈൻ, റിയാദ്, ഒമാൻ ആൻഡ് തായ്ലൻഡ്, ഇത്രമാത്രം രാജ്യങ്ങളിലേക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വെസ്റ്റീജ്. ആൻഡ് ദ കമ്പനി വിഷൻ, സാധാരണക്കാരായ വ്യക്തികളെ പോലും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്ക് കൈപ്പിടിച്ചേർക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി. ഗ്ലോബൽ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ, കാരണം 2025 50 രാജ്യങ്ങളിൽ സാന്നിധ്യം അറിയിക്കുകയും 20,000 കോടിക്ക് മുകളിൽ വിറ്റുവരമുള്ള ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന ഗ്ലോബൽ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് വെസ്റ്റീജ് വിഷൻ. സോ അവരുടെ മിഷൻ. സോ ഇത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള മിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ദെൻ വെസ്റ്റീജിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ്, ലോ ഫിനാൻഷ്യൽ റിസ്ക്, സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ല. അതോടെ തന്നെ വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് പ്ലാൻ. കഴിഞ്ഞ 16 വർഷമായിട്ട് അവർ ഒരേ മാർക്കറ്റിംഗ് പ്ലാൻ അവർ സക്സസ്ഫുൾ ആയിട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. വേൾഡ് ക്ലാസ് പ്രോഡക്ട്സ് ആൻഡ് ഇൻകം സ്റ്റെബിലിറ്റി, ഹൈ റിട്ടേൺ, റിലയബിൾ ആൻഡ് പ്രോഫിറ്റബിൾ, ഗ്രേറ്റ് ഇൻസെന്റീവ് ആൻഡ് എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് ട്രെയിനിങ്. കമ്പനി തന്നെ ഡയറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് ട്രെയിനിങ്സ് ഉള്ള ഒരേ ഒരു കമ്പനി. ഇപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സെമിനാർ വിന്നിംഗ് ടീം എന്ന് പറയുന്ന
വെസ്റ്റീജ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തി സക്സസ്ഫുൾ ആയിട്ട് ഒരു പറ്റം ലീഡർഷിപ്പിന്റെ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതോടൊപ്പം തന്നെ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി തന്നെ ഓരോ ഡിസ്ട്രിബ്യൂട്ടർക്കും സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒത്തിരി ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വെസ്റ്റീജ് ആൻഡ് ദ മാനേജ്മെന്റ്. ഫസ്റ്റ് വൺ മിസ്റ്റർ ഗൗതം ബാലി, അദ്ദേഹമാണ് ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റീജ് എന്ന കമ്പനി ഫോം ചെയ്യുന്നതിന് മുമ്പ് 20 വർഷക്കാലം ഇന്ത്യയിലും വിദേശത്തും ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ മാനേജിംഗ് ഡയറക്ടർ പോസ്റ്റിൽ ഇന്ത്യയിലും വിദേശത്തും പ്രവർത്തിച്ച് പരിചയ സമ്പത്തുള്ള ഒരു മാനേജ്മെന്റ് ആണ് വെസ്റ്റീജിന്റെ മാനേജ്മെന്റ്. ദെൻ ദ സെയിം ടൈം അദ്ദേഹത്തിന്റെ പാർട്ണർ നമ്മുടെ കമ്പനിയുടെ ഡയറക്ടർ സെയിൽസ് ആൻഡ് ഓപ്പറേഷൻ സെന്ററിലുള്ള വ്യക്തി അദ്ദേഹമാണ് മിസ്റ്റർ ദീപക് സൂദ്. അദ്ദേഹം 10 വർഷം ഈ ഇൻഡസ്ട്രിയിൽ ബിഫോർ വെസ്റ്റീജ് എക്സ്പീരിയൻസ് ഉള്ള പേഴ്സണാലിറ്റിയാണ്. ദ സെയിം ഇൻഡസ്ട്രി. ആൻഡ് ലാസ്റ്റ് വൺ മിസ്റ്റർ കൻവർ ബിസിംഗ്, അദ്ദേഹം വെസ്റ്റീജിന്റെ IT ഡയറക്ടർ. സോ ഇദ്ദേഹം ഈ ഇൻഡസ്ട്രിയിൽ വെസ്റ്റീജിന്റെ പ്ലാറ്റ്ഫോമിൽ വരുന്നതിന് മുമ്പ് 10 വർഷക്കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അക്കൗണ്ട്സ് ആൻഡ് സോഫ്റ്റ്വെയർ. സോ ഇവർ 3 പേരും കൂടി ചേർന്നതാണ് ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മുഴുവൻ ഗ്രോത്തിന്റെ സീക്രട്ട്. അഥവാ ഒരാൾക്ക് മാർക്കറ്റിംഗ് ആൻഡ് മാനേജ്മെന്റിൽ 20 വർഷത്തെ പരിചയ സമ്പത്ത്, ദെൻ ഡയറക്ടർ സെയിൽസ് ആൻഡ് ഓപ്പറേഷൻ, പ്രൊഡക്ഷൻ ക്വാളിറ്റി, ഇന്നോവേഷൻ ആൻഡ് മാനേജ്മെന്റ്, എസ്പെഷ്യലി നമ്മുടെ ലോജിസ്റ്റിക്സ് ആൻഡ് ഓപ്പറേഷനിൽ ഈ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടർ, അതോടൊപ്പം തന്നെ അക്കൗണ്ടിൽ ചേർന്നപ്പോഴാണ് ആക്ച്വലി വെസ്റ്റീജ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പൂർണ്ണമാകുന്നത്. സോ ഇതാണ് വെസ്റ്റീജ് മാനേജ്മെന്റ് ആൻഡ് ദ ഗ്രോത്ത്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ 2004 നമ്മുടെ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2004 5 കോടിയുടെ വിറ്റുവരവിൽ നിന്നാണ് വെസ്റ്റീജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 2005 10 കോടിയിലേക്ക് എത്തുകയും 2006 അത് 30 കോടിയിലേക്ക് ജമ്പ് ചെയ്യുകയും ഇങ്ങനെ പടിപടിയായിട്ട് നമ്മൾ ഉയർന്നു. 2017-18 സാമ്പത്തിക വർഷത്തിൽ നമ്മൾ 1050 കോടി റീച്ച് ചെയ്ത് ദ ഫസ്റ്റ് 1000 crore ബ്രേക്ക് ചെയ്യുന്ന ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിട്ട് നമ്മൾ മാറി. 1050 കോടിയിൽ എത്തിയ 13-14 വർഷം കൊണ്ട് 1050 കോടിയിലേക്കാണ് നമ്മൾ പടിപടിയായി ഉയർന്നെത്തിയെന്നുണ്ടെങ്കിൽ 2018-19 സാമ്പത്തിക വർഷം സ്ട്രൈറ്റ് അവേ നമ്മൾ 1850 കോടിയിലേക്ക് ജമ്പ് ചെയ്തു. സോ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ചരിത്രം മാറ്റിക്കുറിച്ച കമ്പനിയാണ് വെസ്റ്റീജ്. ഇപ്പൊ നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റിപ്പോർട്ട് വരാൻ പോകുന്നുള്ളൂ. 2500+ ക്രോറിലേക്ക് 1850 കോടിയിൽ നിന്ന് ഏകദേശം 2500-3000 കോടിയിലേക്കാണ് നമ്മൾ ഇപ്പോ ഈ ഒരു ക്ലോസ് ചെയ്ത ഫിനാൻഷ്യൽ ഇയറിൽ എത്തിയിട്ടുള്ളത്. ഔദ്യോഗികമായിട്ടുള്ള കമ്പനിയുടെ അനൗൺസ്മെന്റ് വരാത്തതുകൊണ്ട് ഞാൻ അത് അക്യുറേറ്റ് ആയിട്ട് പറയുന്നില്ല. എനിവേ, ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ CAGR ഓഫ് 79% എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ക്യുമുലേറ്റീവ് ആവറേജ് ഗ്രോത്ത് റേറ്റ് 79% വെസ്റ്റീജിന്റെ ഗ്രോത്ത്. അവാർഡ്സ് ആൻഡ് റെക്കഗ്നേഷൻ കഴിഞ്ഞ 16 വർഷക്കാലം കൊണ്ട് വെസ്റ്റീജ് ഹാസ് ബീൻ അവാർഡഡ് മെനി പ്രസ്റ്റീജിയസ് അവാർഡ്സ്. ഹെൽത്ത് ഫുഡ് ആൻഡ് ഡയറ്ററി സപ്ലിമെന്റ് അസോസിയേഷനിലെ മെമ്പറാണ്. GMP സർട്ടിഫിക്കേഷൻ, ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ്, then certificate of excellence in productivity, quality, innovation and management, and best CEO award Vestige MD Mr. Gautam Bali, best CEO award and most admired brand leaders Asia, ISO 9000 and 2015 certification, and National Best Employer Award in 2018 and Global HR Excellence Award in 2019, Best Place to Work Award in 2019. Then in India കൂടാതെ ഒത്തിരി GCC ഒത്തിരി കൺട്രിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇസ്ലാമിക് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ കൗൺസിലിന്റെ ഹലാൽ സർട്ടിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള പ്രോഡക്ട്സ് ആണ് വെസ്റ്റീജ് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ ഉപരി ഇന്ന് ലോകത്താകമാനം ഞാൻ നേരത്തെ പറഞ്ഞു 50 വർഷത്തിലധികമായി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വേൾഡ് വൈഡ് ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് പല രാജ്യങ്ങളിലുള്ള ഗ്രാഫും ടേൺ ഓവറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കാണിച്ചു കഴിഞ്ഞു. സോ അതിനർത്ഥം ലോകത്താകമാനം 10,000-കണക്കിന് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിനകത്ത് ഉന്നതമായ 100 ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ ഡയറക്ട് സെല്ലിംഗ് ന്യൂസ്.com സർവേ നടത്തി അതിനകത്ത് ടോപ്പ് 100 ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ 2017 ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് ആദ്യമായിട്ട് ഒരു കമ്പനി വേൾഡിലെ ടോപ്പ് 100 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ ലിസ്റ്റിലേക്ക് എത്തിയ വൺ ആൻഡ് ഓൺലി ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ്. അന്ന് വെസ്റ്റീജ് 93-ാം സ്ഥാനത്തായിരുന്നു. ദെൻ 2018 വെസ്റ്റീജ് അത് 63-ാം സ്ഥാനത്തേക്ക് ഉയർത്തി. ദെൻ അവിടുന്ന് 92-ാം സ്ഥാനത്തിൽ നിന്ന് 63-ാം സ്ഥാനത്തേക്ക് 2018 മാറുകയും 2019 സാമ്പത്തിക വർഷം എൻഡ് ചെയ്തപ്പോൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വെസ്റ്റീജിന്റെ ഡയറക്ട് സെല്ലിംഗ് ന്യൂസ്.comന്റെ സർവേ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. DSN സർവേ റിപ്പോർട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അറിയാൻ പറ്റുന്നുണ്ടാവും. ഇന്ന് വെസ്റ്റീജ് വേൾഡിലെ തന്നെ ടോപ്പ് 100 ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ ലിസ്റ്റിൽ 30-ാമത്തെ സ്ഥാനത്തേക്ക് വെസ്റ്റീജ് മാറി. ഇൻട്രസ്റ്റിംഗ്ലി 30-ാം സ്ഥാനത്തേക്ക് മാറി എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷിക്കാനുള്ള കാര്യമാണ്. ദ സെയിം ടൈം ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഗ്ലോബലി ടോപ്പ് 100 ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ ലിസ്റ്റിലുള്ള വൺ ആൻഡ് ഓൺലി ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വെസ്റ്റീജ്. സോ ഇത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. ഓൾ അബൌട്ട് ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ഓഫ് ദി ഇയർ അവാർഡ്. ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കാം, ഇന്ന് നമ്മൾ എല്ലാവരും വെൽനസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകത്താകമാനം
ന്യൂട്രാസ്യൂട്ടിക്കൽ അഥവാ ഫാർമസ്യൂട്ടിക്കലിന്റെ നേരെ ഓപ്പോസിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇൽനെസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വെൽനസ്. സോ ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ഓഫ് ദ ഇയർ അവാർഡ് കഴിഞ്ഞ 2017-18 വെസ്റ്റീജിനാണ്. 18-19 ദെൻ അഗെയിൻ എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ഓഫ് ദ ഇയർ അവാർഡ് വേണ്ടിയിട്ടുള്ള കമ്പനിയാണ് വെസ്റ്റീജ്. ആൻഡ് വെസ്റ്റീജിന്റെ പ്രോഡക്ട്സ് റേഞ്ചിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുകയാണെങ്കിൽ വെസ്റ്റീജിന്റെ പ്രൈം എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നമുക്ക് ഫ്രൂട്ടിന്റെ എക്സ്ട്രാക്ട് ഏകദേശം 13 ഫ്രൂട്ട്സിന്റെ എക്സ്ട്രാക്ട് ഫ്രൂട്ട് എക്സ്ട്രാക്ട് ആൻഡ് വെജിറ്റബിൾ എക്സ്ട്രാക്ട് 7 വെജിറ്റബിൾസിന്റെ എക്സ്ട്രാക്ട് ആൻഡ് ക്രിൽ ഓയിൽ ഇങ്ങനെ ഒത്തിരി പ്രോഡക്ട്സ് നമുക്ക് ഈ സെഗ്മെന്റിൽ ഞാൻ ജസ്റ്റ് വെസ്റ്റീജിന്റെ 300-ലധികം വരുന്ന ഉൽപ്പന്നങ്ങളുടെ ശ്രേണി തന്നെയുണ്ട്. പക്ഷെ അടുത്ത 5 മിനിറ്റ് കൊണ്ട് ഞാൻ വെസ്റ്റീജിന്റെ എല്ലാ പ്രോഡക്ട്സിനും ജസ്റ്റ് ഒന്ന് ഓടിച്ച് പരിചയപ്പെടുത്തും. സോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത വ്യക്തികളായിട്ട് ഓരോ പ്രോഡക്ട്സും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ വെസ്റ്റീജിന്റെ വിന്നിംഗ് ടീമിന്റെ ഒക്കെ ഇപ്പൊ നമ്മുടെ ഈ ലോക്ക്ഡൌൺ പീരീഡ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ സൂം മീറ്റിംഗുകളിലൂടെ തന്നെ വെസ്റ്റീജിന്റെ പ്രോഡക്ട്സ് ഓരോ സെഗ്മെന്റിലെ ട്രെയിനിങ് ഒക്കെ വരുന്ന സമയത്ത് അത് അറ്റൻഡ് ചെയ്താൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എനിവേ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ പ്രൈം കാറ്റഗറിയിലുള്ള ഉൽപ്പന്നങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്, നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വെസ്റ്റീജ്. അതിനകത്ത് നമുക്ക് നോനി, സ്പിരുലിന, കൊളസ്ട്രോൾ, അലോവേര, അംല ഇങ്ങനെ തുടങ്ങി ഒത്തിരി പ്രോഡക്ട്സ് നമുക്ക് ആ സെഗ്മെന്റിലുണ്ട്. ദെൻ നമ്മുടെ ഹൃദയ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാർഡിയോ വാസ്കുലർ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ഒരു ശ്രേണിയാണ് നമുക്ക് ഈ ഒരു സെഗ്മെന്റിലുള്ളത്. ദെൻ ഗ്ലൈസീമിക് ഹെൽത്ത്, പാങ്ക്രിയാസിന്റെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. അതോടൊപ്പം തന്നെ ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്, ബോഡി വെയിറ്റ് മാനേജ്മെന്റിനും അതോടൊപ്പം തന്നെ ഫിറ്റ്നസ് മാനേജ്മെന്റ്, ഇതിന് രണ്ടിനും ആവശ്യമായുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് ഒത്തിരി പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ദ സെയിം ടൈം ഡീടോക്സിഫിക്കേഷൻ ആൻഡ് റീജുവനേഷൻ, നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള വിഷാംശങ്ങളും മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നതിന് ആവശ്യമായുള്ള n നമ്പർ ഓഫ് പ്രോഡക്ട്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ദെൻ സ്ത്രീകളുടെ ആരോഗ്യം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വെസ്റ്റീജിന് ഒരു നമ്പർ ഓഫ് പ്രോഡക്ട്സ് നമുക്ക് ഇന്ന് പ്രൊവൈഡഡ് ആണ്. ദ സെയിം ടൈം നമ്മുടെ ജോയിന്റിന്റെ അതായത് എല്ലിന്റെ, പല്ലിന്റെ, ജോയിന്റിന്റെ ഒക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യാലിറ്റി റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ദ സെയിം ടൈം ദ സയൻസ് ഓഫ് വെൽനസ്, ആയുസാന്തേ. ഈ ആയുസാന്തേ എന്ന് പറയുന്നത് വെസ്റ്റീജിന്റെ ഒരു പ്രസ്റ്റീജിയസ് ഒരു സെഗ്മെന്റ് ആണ്. സോ ഈ ഒരു സെഗ്മെന്റിൽ ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ ഓർഗൻസിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഓരോ ഓർഗൻ, ഇപ്പൊ മേ ബി കിഡ്നി ഹെൽത്ത് അല്ലെങ്കിൽ റെസ്പോ കെയർ അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ലിവർ ഹെൽത്ത് പോലുള്ള സ്പെഷ്യാലിറ്റി ഉൽപ്പന്നങ്ങളുടെ ഒരു വിപുലമായ ശ്രേണിയാണ് നമുക്ക് ആയുസാന്റെ എന്ന ബ്രാൻഡ്. സെയിം ടൈം നമ്മുടെ വെൽനസ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ബൂം ചെയ്യാൻ പോകുന്ന ഒരു മേഖലയാണ് മിനറൽ വാട്ടറുകൾ അല്ലെങ്കിൽ വാട്ടർ പ്യൂരിഫയർ ഒക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചു. സോ ഇന്ന് വേൾഡിലെ തന്നെ ഇലക്ട്രോണിക്കിന്റെ ജയന്റ് ആയിട്ടുള്ള ഷാർപ്പ് ജപ്പാനുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ പ്യൂരിഫയർ പ്രൊവൈഡ് ചെയ്യുന്ന, അതും ഷാർപ്പ് പോലുള്ള ലീഡിംഗ് ബ്രാൻഡ് ഡീൽ ചെയ്യുന്ന കമ്പനിയാണ് വെസ്റ്റീജ്. ആൻഡ് ദ സെയിം ടൈം എയർ പ്യൂരിഫയർ, ഇൻഡോർ ഓക്സിജനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത് പവർഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് എയർ പ്യൂരിഫയർ എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രോഡക്ട്സും നമുക്ക് ഇന്ന് ഷാർപ്പിന്റെ പ്രോഡക്ട്സ് ആണ്, ഇതും വെസ്റ്റീജിന്റെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. സോ ഷാർപ്പ് നമുക്കൊക്കെ അറിയാം, സോ അത്രമാത്രം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. സോ ആ ഒരു കമ്പനി പോലും ഇന്ന് ഇന്ത്യയിലെ ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ എയർ പ്യൂരിഫയർ ആൻഡ് വാട്ടർ പ്യൂരിഫയറിന്റെ ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് ചെയ്തിട്ടുള്ളത് വെസ്റ്റീജുമായിട്ടാണ്. ബിക്കോസ് വെസ്റ്റീജ് അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് മാത്രമാണ് ഷാർപ്പ് പോലും ഈ ഒരു ദൗത്യം വെസ്റ്റീജിനെ ഏൽപ്പിച്ചത്. നമുക്ക് ഹെൽത്ത് ഫുഡ് കാറ്റഗറിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് ഓയിൽ തൊട്ട് കോഫിയും ടീയും എല്ലാം തുടങ്ങി നമുക്ക് ഒലീവ് ഓയിൽ ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഫ്രഷ് വെൽക്കം ഡ്രിങ്ക്, ഇങ്ങനെ എല്ലാ സെഗ്മെന്റിലും നമുക്ക് എനഫ് പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ഓറൽ കെയറിൽ നമുക്ക് ഓറൽ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. പേഴ്സണൽ കെയർ ഈ റേഞ്ചിൽ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് തൊട്ട് തുടങ്ങി അങ്ങോട്ടുള്ള എൻറ്റയർ ക്രീമും ലോഷനും ഷാമ്പു, ഹെയർ ഓയിൽ എല്ലാ പ്രോഡക്ട്സും നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന വെസ്റ്റീജിന്റെ പേഴ്സണൽ കെയർ റേഞ്ച്. ദെൻ ഹൈവെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈജീൻ പ്ലസ് വെസ്റ്റീജ്, വീടിന്റെ അതായത് തുണി അലക്കല്, പാത്രം കഴുകല്, നിലനിർത്തല്, ഹോം ഹൈജീനുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ ഒരു വിപുലമായ ശ്രേണിയാണ് നമ്മൾ ഹൈവെസ്റ്റ് എന്ന കാറ്റഗറിയിൽ വെസ്റ്റീജിന് ഒത്തിരി ഉൽപ്പന്നങ്ങൾ അവൈലബിൾ ആണ്. ദെൻ അഗ്രികൾച്ചറിനെ സപ്പോർട്ട് ചെയ്യാനും വെസ്റ്റീജിന് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. സെയിം ടൈം ട്രൂമാൻ എന്ന് പറഞ്ഞാൽ മെൻ ഗ്രൂമിംഗുമായി ബന്ധപ്പെട്ടുള്ള റേഞ്ച് ഓഫ് പ്രോഡക്ട്സിന്റെ ഒരു കാറ്റഗറിയാണ് ട്രൂമാൻ. ആൻഡ് മിസ്ട്രൽ ഓഫ് മിലാൻ, മെൻ ഗ്രൂമിംഗ് മാത്രമല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കളർ കോസ്മെറ്റിക്സ്, ലിപ്സ്റ്റിക്, ഐലൈനർ, നെയിൽ പോളിഷ്, മസ്കാരിങ്, കാജൽ ഉൾപ്പെടെയുള്ള എൻറ്റയർ പ്രോഡക്ട്സ് നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ ഫോർമുല 9 ഒരു സ്വിസ് മെയ്ഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ സ്കിൻ ഫോർമുല 9 എന്ന് പറയുന്ന ബ്രാൻഡ് വെസ്റ്റീജ് ടേക്ക് ഹോം ചെയ്ത ഒരു ബ്രാൻഡാണ്. ഇതിനകത്ത് നമുക്ക് സൂപ്പർ പ്രീമിയം റേഞ്ച് ഓഫ് കോസ്മെറ്റിക്സ് നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ദ സെയിം ടൈം നേരത്തെ നമ്മൾ പറഞ്ഞു ഇത്രമാത്രം പ്രോഡക്ട്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ വെസ്റ്റീജ് ഇ കൊമേഴ്സിലും ലൈവ് ആണ്. അഥവാ വെസ്റ്റീജിന്റെ ഇ കൊമേഴ്സ് സൈറ്റ് ആണ് വെസ്റ്റീജ് ബെസ്റ്റ് ഡീൽ. ഈ ബെസ്റ്റ് ഡീൽ എന്ന സൈറ്റ് വഴി ഇന്ന് നമുക്ക് ഏകദേശം 3000-ലധികം വരുന്ന നമ്മുടെ ദൈനംദിന ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രോഡക്ട്സുകളുടെ വിപുലമായ ശ്രേണിയാണ് വെസ്റ്റീജ് ഒരുക്കിയിട്ടുള്ളത്. ബെസ്റ്റ് ഡീൽ എന്ന് പറഞ്ഞ ഒരു സൈറ്റ് വഴി 100% ജെനുവിൻ ആയിട്ടുള്ള പ്രോഡക്ട്സ്, അൺബിലീവബിൾ ആയിട്ടുള്ള പ്രൈസ്. ദെൻ ബെസ്റ്റ് ഡീൽ എന്ന് പറഞ്ഞ ഓൺലൈൻ സൈറ്റ് പോലും അവർ കണക്ട് ചെയ്തിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ് പ്ലാറ്റ്ഫോമിൽ.
അഥവാ വെസ്റ്റീജ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെയിം ടൈം ഒരേ സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്ന് ഫാസ്റ്റ് ആയിട്ട് ബൂം ചെയ്യാൻ പോകുന്ന അടുത്തൊരു 20 വർഷക്കാലത്തേക്ക് ലോകത്താകമാനം ബൂം ചെയ്യുന്ന 3 ഇൻഡസ്ട്രിയാണ്. നമ്പർ 1 വെൽനസ്, ആൻഡ് നമ്പർ 2 ഇ കൊമേഴ്സ്, ആൻഡ് നമ്പർ 3 ഡയറക്ട് സെല്ലിംഗ്. സോ വെസ്റ്റീജ് എന്ന കമ്പനി എടുത്ത് നോക്കുമ്പോൾ വെസ്റ്റീജ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ 3 മേഖലയിലും വെസ്റ്റീജ് കണക്റ്റഡ് ആണ്. വെൽനസ്സിൽ വെസ്റ്റീജ് ഉണ്ട്, വെൽനസ്സുമായി വെസ്റ്റീജിന്റെ എൻറ്റയർ പ്രോഡക്ട്സ് വെൽനസ് ആണ്. സെയിം ടൈം വെസ്റ്റീജ് ഇ കൊമേഴ്സിലുണ്ട്. ദെൻ വെസ്റ്റീജിന്റെ ഓപ്പറേഷൻ മോഡൽ ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള കോൺസെപ്റ്റിലായതുകൊണ്ട് തന്നെ ഈ 3 ഇൻഡസ്ട്രിയും കൂടി ഒരു കുടക്കീഴിലായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. എന്താണ് വെസ്റ്റീജിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ? എങ്ങനെയാണ് ശരിക്കും കൺസ്യൂമർ എംപവർമെന്റ് ശരിക്കും വെസ്റ്റീജിൽ സംഭവിക്കുന്നത്? സോ നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് പോകാം. സോ ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വെസ്റ്റീജുമായിട്ട് ആർക്കൊക്കെ അസോസിയേറ്റ്. സോ അതിന് വേണ്ട കണ്ടീഷൻ നമ്പർ 1 18 വയസ്സ് പ്രായമായിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള അഡ്രസ് പ്രൂഫ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അവിടെ ബാങ്ക് പാസ്ബുക്ക് ഒരു പാൻ കാർഡ് നമുക്ക് ലേറ്റർ ഓൺ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. അതോടൊപ്പം തന്നെ ഫിൽ ദ വെസ്റ്റീജ് ആപ്ലിക്കേഷൻ ഫോം. വെസ്റ്റീജിന്റെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങളെ വിളിച്ച വ്യക്തിയായിട്ട് കോൺടാക്ട് ചെയ്താൽ അദ്ദേഹത്തിന്റെ അടുത്ത് വെസ്റ്റീജിന്റെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും, അത് ഫിൽ ചെയ്താൽ പറ്റുന്നുണ്ടാവും. ദെൻ പുട്ട് എ സിഗ്നേച്ചർ ഫോർ യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു സിഗ്നേച്ചർ, ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ 2.5 വർഷക്കാലം മുമ്പ് ഇങ്ങനത്തെ ഒരു സൈൻ ചെയ്തതിന്റെ ഭാഗമാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റും. താങ്ക് ഗോഡ്. സോ പ്രാർത്ഥിച്ച് ഒപ്പിടേണ്ട ഒന്നാണ് ഇത്. ദെൻ നെക്സ്റ്റ്, വെസ്റ്റീജിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ 7 തരത്തിലുള്ള ഇൻകം ആണ് വെസ്റ്റീജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്പർ 1 റീറ്റെയിൽ പ്രോഫിറ്റ് 10 മുതൽ 20%, ആൻഡ് പെർഫോമൻസ് ബോണസ് 5 മുതൽ 20%, ഡയറക്ടർ ബോണസ് 14%, ആൻഡ് ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് 15%, ആൻഡ് ട്രാവൽ ഫണ്ട് 3%, ആൻഡ് കാർ ഫണ്ട് 5%, ആൻഡ് ഫൈനലി ഹൗസ് ഫണ്ട് 3%. എല്ലാം നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. സോ നമ്പർ 1 റീറ്റെയിൽ പ്രോഫിറ്റ്. റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ നിങ്ങൾ വെസ്റ്റീജിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ID കാർഡ് കിട്ടുന്നുണ്ടാവും. നിങ്ങൾ അപ്ലിക്കേഷൻ ഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ID കാർഡ് കിട്ടുന്നുണ്ടാവും. ആ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ഉൽപ്പന്നം വാങ്ങപ്പെടുന്ന സമയത്ത് നിങ്ങൾ സപ്പോസ് നിങ്ങൾ ഒരു 300 രൂപ MRP ഒരു ഉൽപ്പന്നമാണ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് 250 റുപ്പീസിന് കിട്ടുന്നുണ്ട്. അഥവാ 50 രൂപ നിങ്ങളുടെ റീറ്റെയിൽ മാർജിൻ ആയിരിക്കും. അഥവാ നിങ്ങൾ അത് സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള MRPക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. അതേസമയത്ത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 50 രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നെക്സ്റ്റ്, പെർഫോമൻസ് ബോണസ്. ഇതിനു വേണ്ടി വെസ്റ്റീജ് ഒരു പെർഫോമൻസിന്റെ സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 5% തൊട്ട് 20% വരെയുള്ള ഒരു സ്ലാബാണ് വെസ്റ്റീജ് സെറ്റ് ചെയ്തത്. ഇൻട്രസ്റ്റിംഗ്ലി വെസ്റ്റീജിലെ 1 പോയിന്റ് തൊട്ട് വെസ്റ്റീജിലെ പെർഫോമൻസ് ബോണസ് സ്റ്റാർട്ട് ചെയ്യും. 1 പോയിന്റ് തൊട്ട് 10,000 പോയിന്റ് വരെയുള്ള ഒരു പെർഫോമൻസ് ബോണസ് കാൽക്കുലേഷൻ ആണ്. ഇത് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 36 രൂപ MRP ഒരു ഉൽപ്പന്നം നമ്മൾ വെസ്റ്റീജിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്കത് ഡിസ്കൗണ്ട് കഴിച്ച് 30 രൂപക്ക് കിട്ടുന്നുണ്ടാവും. സെയിം ടൈം അതിന് 18 ബിസിനസ് വോളിയം ഉണ്ടാവും, അതിന് 1 പോയിന്റ് ഉണ്ടാവും. ഇതാണ് വെസ്റ്റീജിന്റെ പെർഫോമൻസ് ബോണസിന്റെ ഒരു സ്ലാബ് എന്ന് പറയുന്നത്. വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. 36 MRP ഒരു പ്രോഡക്റ്റ് 30 രൂപക്ക് കിട്ടും, അതിന് നമുക്ക് 1 പോയിന്റ് ഉണ്ടാവും. ദെൻ 18 ബിസിനസ് വോളിയം അതിനുണ്ടാവും. ഇതിനെ ബേസ് ചെയ്താണ് നമ്മുടെ പെർഫോമൻസ് ബോണസ് കാൽക്കുലേഷൻ നടക്കുന്നില്ല. ദെൻ ഈ ബിസിനസ് വോളിയത്തിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ അക്യുമുലേറ്റഡ് പെർഫോമൻസ് ബോണസ് ആണ്. അഥവാ നമ്മുടെ പ്രകടനത്തിന് ആനുപാതികമായുള്ള വരുമാനം അത് അക്യുമുലേറ്റ് ചെയ്യും. മീൻസ് നിങ്ങൾ ഈ മാസം ചെയ്തതിനോട് കൂടെ അടുത്ത മാസം ചെയ്യുന്ന വോളിയത്തിന് ആഡ് ചെയ്ത് അങ്ങനെ നിങ്ങൾ 10,000 പോയിന്റ് എത്തിയാൽ മതി നമ്മൾ 20%. അതായത് വെസ്റ്റീജ് ബിസിനസ്സിൽ കണക്ട് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും എന്തെങ്കിലും ഒരു ദിവസം 20% എത്തും എന്നുള്ളതാണ് ഈ പ്ലാന്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, സോ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാം. ഇത് ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചാണ്. മേ ബി നിങ്ങളോട് കൂടെ അസോസിയേറ്റ് ചെയ്ത വ്യക്തി 400 പോയിന്റിൽ ഉൽപ്പന്നം വാങ്ങി, മറ്റൊരു വ്യക്തി 400 പോയിന്റ് ഉൽപ്പന്നം വാങ്ങി, മറ്റൊരു വ്യക്തി അദ്ദേഹത്തിന്റെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു 850 പോയിന്റിന്റെ ഉൽപ്പന്നം വാങ്ങി. അതോടൊപ്പം നിങ്ങളൊരു 400 പോയിന്റ് ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ സെൽഫായിട്ട് ഉപയോഗിക്കുകയോ ചെയ്തു. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഒരു 11% ഡയറക്റ്റ് ആയിട്ട് എത്തുന്നുണ്ടാവും. സോ അതിനെ ബേസ് ചെയ്ത് നിങ്ങളോട് കൂടെ അസോസിയേറ്റ് ചെയ്ത ഓരോ വ്യക്തികൾക്കും എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു 360 റുപ്പീസ് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ ബിക്ക് 5% വെച്ച് 360 രൂപ ഇൻകം കിട്ടുന്നുണ്ടാവും. സിക്ക് 8% ലെവൽ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 1224 രൂപ കിട്ടുന്നുണ്ടാവും. സോ ടോട്ടൽ 4059 രൂപയിൽ നിന്ന് നിങ്ങളോട് കൂടെ അസോസിയേറ്റ് ചെയ്ത ആളുകൾക്കുള്ള വരുമാനം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 2115 രൂപ ഇത്തരത്തിലുള്ള വളരെ തുച്ഛമായ ഒരു ബിസിനസ് ഉണ്ടാക്കിയ പോലും നേടിയെടുക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ഓപ്പർച്യൂണിറ്റി ആണ് വെസ്റ്റീജിന്റെ ഓപ്പർച്യൂണിറ്റി. ഇതേ ബിസിനസ് നിങ്ങൾ റിപ്പീറ്റഡ് ആയി ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ 20% എത്താനും സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൺസ് നിങ്ങൾ 20% എത്തുന്നതോടുകൂടെ നിങ്ങൾ ഈ ബിസിനസ്സിലെ അടുത്തൊരു റെക്കഗ്നേഷൻ പാർട്ടിലേക്ക് പോകും, അഥവാ നിങ്ങൾക്ക് അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. സോ ബിഫോർ ദാറ്റ് വെസ്റ്റീജുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം 10 മുതൽ 20% റീറ്റെയിൽ പ്രോഫിറ്റിനോടൊപ്പം പെർഫോമൻസ് ബോണസ് ആയിട്ട് 5 മുതൽ 20% ലഭിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ മാസവും 1-ാം തീയതി തൊട്ട് 17-ാം തീയതിക്കുള്ളിൽ ഉൽപ്പന്നം വാങ്ങപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഒരു 10% ഉൽപ്പന്നങ്ങൾ അഡീഷണൽ കോംപ്ലിമെന്റ് ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറഞ്ഞ് ഓരോ 4 മാസം കൂടുമ്പോഴും നമുക്ക് 1 മാസത്തെ ഉൽപ്പന്നം ഫ്രീ ആയിട്ട് തരുന്നുണ്ടാവും. സോ ഇങ്ങനത്തെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഓഫർ ഉണ്ട്. സപ്പോസ് നിങ്ങൾ ഒരു 100 പോയിന്റിന്റെ അല്ലെങ്കിൽ 60 പോയിന്റിന്റെ ഉൽപ്പന്നങ്ങൾ റെഗുലർ ആയിട്ട് വെസ്റ്റീജിൽ നിന്ന് 12-ാം തീയതിക്കുള്ളിൽ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5th മന്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായുള്ള ഉൽപ്പന്നങ്ങൾ വെസ്റ്റീജിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഓപ്ഷൻ ആണ് കൺസിസ്റ്റൻസി ഓഫർ. നിങ്ങളുമായി കണക്ട് ചെയ്ത് വ്യക്തിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ടോ? എനിവേ ഇത്ര മാത്രം ഒരു കൺസ്യൂമറിന് പോലും ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് വെസ്റ്റീജ്.
ദ സെയിം ടൈം ആസ് എ കൺസ്യൂമർ എന്നുള്ള ലെവലിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു എന്റർപ്രണർ ആയിട്ട് മാറാൻ ആഗ്രഹിക്കുന്നു. സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്ടർ എന്നൊരു 20% മുകളിലേക്ക് നിങ്ങൾ എത്തുന്ന സമയത്ത് ഡയറക്ടർ ലെവലിലേക്ക് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് ഡയറക്ടർ ബോണസ് എന്ന് കമ്പനി ടോട്ടലി മാറ്റി വെച്ചിട്ടുള്ള 14% ഫണ്ടിൽ നിന്ന് കമ്പനിയുടെ അപ്പ് ഷെയറിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് കിട്ടാനുള്ള ഒരു അർഹത ഉണ്ടായിരിക്കും. സോ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ലെവലിലേക്ക് എത്താം. മേ ബി നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു 6, ഞാനിവിടെ എക്സാമ്പിളിന് ഒരു 6 പേരെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് 6 ആവാം, 10 ആവാം, 2 ആവാം, 1 ആവാം, എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. സോ എനിവേ, സപ്പോസ് നിങ്ങൾ ഈ ബിസിനസ്സുമായി കണക്ട് ചെയ്ത് 6 ഫാമിലികളിലൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് അവരെ സക്സസ്ഫുൾ ആക്കിക്കൊണ്ട് നിങ്ങൾ 20% എത്തുമ്പോൾ നിങ്ങൾക്ക് ഈ കമ്പനിയുടെ ഡയറക്ടർ ബോണസിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്ത ഒരു വ്യക്തിനെ ഇതേപോലെ ഡയറക്ടർ, ബ്രോൺസ് ഡയറക്ടർ എന്നുള്ള ലെവലിൽ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ബിസിനസ്സിനകത്ത് സിൽവർ ഡയറക്ടർ എന്നുള്ള ലെവലിൽ എത്തുന്നുണ്ടാവും. സോ അതിന്റെ കണ്ടീഷൻസ് ആണ് ഞാൻ ജസ്റ്റ് സ്ലൈഡിൽ ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഇങ്ങനെ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്തൊരു വരുമാനം കൂടി കിട്ടുന്നത്, അതാണ് ട്രാവൽ ഫണ്ട്, അഥവാ വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ എല്ലാ വർഷവും കമ്പനിക്ക് 2 ഫോറിൻ ട്രിപ്പ് കമ്പനി പോകുന്നുണ്ട്. ഒന്ന് ഏഷ്യൻ ട്രിപ്പാണ്, ഒന്ന് യൂറോപ്യൻ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത വ്യക്തി, അതായത് നിങ്ങളുടെ കൂടെ ബ്രോൺസ് ഡയറക്ടർ ലെവലിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ള വ്യക്തി മിനിമം ഒരു 20,000 രൂപക്ക് മുകളിൽ മന്ത്ലി വരുമാനം വാങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ലെവലിലേക്ക് ആ വ്യക്തിനെ നിങ്ങൾ, ആ ഫാമിലിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അടുത്തൊരു വരുമാനമാണ് ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ്. അഥവാ ഒരു സിൽവർ ഡയറക്ടർ ലെവലിൽ എത്തുമ്പോൾ തന്നെ വെസ്റ്റീജിൽ നിന്ന് നേരത്തെ പറഞ്ഞ ഓഫറുകൾക്ക് പുറമെ 5 വരുമാനവും നേടാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ് വെസ്റ്റീജ് ബിസിനസ് പ്ലാന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഒരു ഫാമിലിനെ സക്സസ്ഫുൾ ആയാൽ പോലും വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്ലാനിലെ 7 വരുമാനത്തിൽ 5 വരുമാനം നേടിയെടുക്കാൻ പറ്റും. അഥവാ ഇതോടൊപ്പം നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കൺട്രീസിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ലക്കിലി ലാസ്റ്റ് ഇയർ ഞാൻ തായ്ലൻഡിൽ നമ്മള് ഒത്തിരി പേര് 1700-ലധികം വരുന്ന ഫാമിലീസ് തായ്ലൻഡ് ട്രിപ്പ് കഴിഞ്ഞ് ഇങ്ങനെ ഡിഫറെന്റ് ആയുള്ള ഒത്തിരി ലൊക്കേഷൻസ് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഫോറിൻ ട്രിപ്പ് കൂടിയായിരുന്നു അത്. താങ്ക്സ് ടു വെസ്റ്റീജ് ആൻഡ് താങ്ക്സ് ടു വിന്നിംഗ് ടീം. ഈ ഓപ്പർച്യൂണിറ്റിയിൽ വന്നതുകൊണ്ടാണ് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് എനിക്ക് നടത്താൻ പറ്റിയിട്ടുള്ളത്. അറ്റ് സെയിം ടൈം ഇനി നിങ്ങൾ ഈ ബിസിനസ്സിൽ 2 ഫാമിലീസിന് സക്സസ്ഫുൾ ആകുമ്പോൾ നിങ്ങൾ ഗോൾഡ് ഡയറക്ടർ എന്നുള്ള ലെവലിൽ എത്തുന്നുണ്ടാവും. സോ നിങ്ങളുടെ ഈ 5 വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. സോ ആ ഇൻകം നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടുന്നുണ്ടാവും. സോ ഇതേ സമയത്ത് നിങ്ങൾ 3 ഫാമിലീസിനെ ബ്രോൺസ് ഡയറക്ടർ ലെവലിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വെസ്റ്റീജിൽ നിങ്ങൾ അറിയപ്പെടുന്നത് സ്റ്റാർ ഡയറക്ടർ എന്നുള്ള പേരിലാണ്. സോ ഈ ഒരു ലെവലിൽ നിങ്ങൾ എത്തുന്നതോടുകൂടെ നിങ്ങൾക്ക് അടുത്തൊരു വരുമാനം കൂടി സ്റ്റാർട്ട് ചെയ്യും. ഇതിന് പറയുന്നതാണ് കാർ ഫണ്ട്. അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടമുള്ള കാർ വാങ്ങാനുള്ള, നിങ്ങൾ ഡ്രീം കാർ അച്ചീവ് ചെയ്യാനുള്ള ഒരു അവസരം വെസ്റ്റീജിന്റെ കാർ ഫണ്ട് വഴി പ്രതിമാസം 80,000 രൂപ വരെ കാർ ഫണ്ട് ഇനത്തിൽ കിട്ടാനുള്ള അവസരമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ 6,000-ലധികം വരുന്ന ഫാമിലീസ് വെസ്റ്റീജിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ച് കാർ വാങ്ങിക്കഴിയും. സോ ഇത്രമാത്രം കാർ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുള്ള ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് വെസ്റ്റീജിന്റെ കാർ ഫണ്ട് എന്ന് പറയുന്നത്. സോ 3 ഫാമിലീസിന് നിങ്ങൾ സക്സസ്ഫുൾ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ലെവലിൽ എത്താൻ പറ്റുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ആസ് എ ഡയമണ്ട് ഡയറക്ടർ നിങ്ങളുടെ 4 ഓർഗനൈസേഷന് സക്സസ്ഫുൾ ആകുമ്പോൾ നിങ്ങളുടെ ഇൻകം കുറച്ചുകൂടി ബെറ്റർ ആകുന്നുണ്ടാവും. നിങ്ങൾ ഡയമണ്ട് ഡയറക്ടർ എന്നുള്ള ലെവലിൽ എത്തുന്നുണ്ടാവും. ഇതോടൊപ്പം തന്നെ നിങ്ങളുമായി കണക്ട് ചെയ്ത നേരത്തെ പറഞ്ഞ ആ 6 ഫാമിലീസിനെ സക്സസ്ഫുൾ ആക്കി നിങ്ങൾ അവരൊക്കെ ബ്രോൺസ് ഡയറക്ടർ ലെവലിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യുകയും അവരുടെ ഒക്കെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുകയും ചെയ്യുന്ന സമയത്ത് വെസ്റ്റീജിന്റെ 7ാമത്തെ വരുമാനം പ്രൊവൈഡ് ചെയ്യും. അതാണ് ഹൗസ് ഫണ്ട്. അഥവാ ആ സമയത്ത് നിങ്ങൾ അറിയപ്പെടുക ക്രൗൺ ഡയറക്ടർ എന്നുള്ള പേരിലായിരിക്കും നിങ്ങൾ അറിയപ്പെടുന്നുണ്ടാവുക. ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു 3% വരുമാനം കമ്പനി അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഫോറിൻ ട്രിപ്സ് ആണെങ്കിലും ഇഷ്ടം പോണ ഏർണിങ്സ് ആണെങ്കിലും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ട വാഹനമാണെങ്കിലും നിങ്ങളുടെ സ്വപ്ന ഭവനമാണെങ്കിലും എല്ലാം സ്വന്തമാകാൻ, അഥവാ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി ചെയ്ത് നമ്മളെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് നമ്മൾ ഒരു ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നേടും. അതേസമയത്ത് വെസ്റ്റീജിനകത്ത് ഒരേ ഒരു പ്രോസസ്, യൂസ് ദ പ്രോഡക്ട്സ്, ഫീൽ ദ ക്വാളിറ്റി ആൻഡ് ഷെയർ യുവർ എക്സ്പീരിയൻസ്. ഈ ഒറ്റ പ്രോസസ് വഴി നിങ്ങൾക്ക് 7 തരത്തിലുള്ള വരുമാനമാണ് ഒരു പ്രവർത്തിക്ക് കമ്പനി തരാൻ പോകുന്നത്. സോ ഇത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വെസ്റ്റീജിന്റെ. സോ നിങ്ങളുടെ സ്വപ്ന ഭവനം നിങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റുന്നുണ്ടാവും. ഞാൻ തുടങ്ങിയെടുത്ത് തന്നെ വരാൻ പോകും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ബിസിനസിന്റെ പ്രാരംഭത്തിൽ മേ ബി ഇതൊരു അഡീഷണൽ ഇൻകം ആയേക്കാം. ഗ്രാജുവലി നിങ്ങൾ ഒരു ഓൺ ബിസിനസ്സിലേക്ക് മാറുന്നുണ്ടാകും കുറച്ച്. അതോടൊപ്പം തന്നെ വെസ്റ്റീജിന്റെ ഇത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള വെൽനസ് പ്രോഡക്ട്സ് ഉപയോഗിക്കുക വഴി നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ടൈം ഫ്രീഡം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഗ്രാജുവലി നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുന്നുണ്ടാവും. നിങ്ങൾ ഇതിനകത്ത് ഒരു ഹ്യൂജ് ലെവൽ, ഹയർ ലെവലിലേക്ക് എത്തുന്നതോടുകൂടെ നിങ്ങളൊരു ലെഗസി ആയിട്ട് മാറുന്നുണ്ടാവും. ആ സമയത്ത് നിങ്ങളുടെ നാടും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ഫാമിലി എല്ലാവരും പറയുന്നുണ്ടാവും, യു ആർ എ വെരി സക്സസ്ഫുൾ മാൻ. സോ വെസ്റ്റീജ് എന്ന കമ്പനി അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എന്തുകൊണ്ട് വെസ്റ്റീജിൽ ഇത്രമാത്രം പ്രൗഡ് ആയിട്ട് സംസാരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റീജിന്റെ ഓപ്പർച്യൂണിറ്റി അത്രമാത്രം പവർഫുൾ ആണ്. ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ 2 കോടിയിലധികം വരുന്ന ഡിസ്ട്രിബ്യൂട്ടർ ഫോഴ്സ് ഉള്ള കമ്പനിയാണ് വെസ്റ്റീജ്. ആൻഡ് ദ സെയിം ടൈം 3000-ലധികം വരുന്ന ഔട്ട്ലെറ്റുകൾ ഇന്ത്യയിൽ ആകമാനമുള്ള
വൺ ആൻഡ് ഓൺലി ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വെസ്റ്റീജ്. ഇന്ത്യ കൂടാതെ 7 രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വൺ ആൻഡ് ഓൺലി ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വെസ്റ്റീജ്. ദുബായ്, നേപ്പാൾ, ബംഗ്ലാദേശ്, ബഹ്റൈൻ, സൗദി അറേബ്യ, ഒമാൻ ആൻഡ് തായ്ലൻഡ്. ദെൻ 6000-ലധികം വരുന്ന കാർ അച്ചീവേഴ്സ് ഉള്ള ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വെസ്റ്റീജ്. ദെൻ 300-ലധികം വരുന്ന സ്വന്തമായ ഉൽപ്പന്നങ്ങൾ മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വെസ്റ്റീജ്. ആൻഡ് സെയിം ടൈം നമ്മുടെ ഇ-കൊമേഴ്സ് പോർട്ടൽ വഴി ബെസ്റ്റ് ഡീൽ വഴി 3000-ലധികം വരുന്ന ഉൽപ്പന്നങ്ങളെ മാർക്കറ്റ് ചെയ്യുന്ന മാനുഫാക്ചർ ചെയ്യുന്ന വൺ ആൻഡ് ഓൺലി ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി. സെയിം ടൈം വെൽനസ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ഓഫ് ദ ഇയർ അവാർഡ് കഴിഞ്ഞ 3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നേടിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് വെസ്റ്റീജ്. ആൻഡ് ലോകത്തിലെ തന്നെ ഉന്നതമായ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ ലിസ്റ്റിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ആ ലിസ്റ്റിൽ എത്തിച്ചേർന്നിട്ടുള്ള വൺ ആൻഡ് ഓൺലി ഇന്ത്യൻ കമ്പനി. സെയിം ടൈം ഇന്ന് ലോകത്തെ ഉന്നതമായ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ 30-ാം സ്ഥാനത്ത് നിൽക്കുന്ന വൺ ആൻഡ് ഓൺലി ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി. 2500-ലധികം കോടിയുടെ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യുന്ന വൺ ആൻഡ് ഓൺലി ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വെസ്റ്റീജ്. ദെൻ 1 ലക്ഷം രൂപക്ക് മുകളിൽ പ്രതിമാസം കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻകം വാങ്ങിക്കൊണ്ടിരിക്കുന്ന 1000-കണക്കിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉള്ള കമ്പനിയാണ് വെസ്റ്റീജ്. സെയിം ടൈം 1,16,00,000 രൂപ മന്ത്ലി ഇൻകം വാങ്ങുന്ന ഡിസ്ട്രിബ്യൂട്ടർ ഉള്ള വൺ ആൻഡ് ഓൺലി ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വെസ്റ്റീജ്. ദെൻ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇത്രമാത്രം ട്രാക്ക് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്ത് വെൽനസും ഇ-കൊമേഴ്സും ഡയറക്ട് സെല്ലിംഗും സിംഗിൾ പ്ലാറ്റ്ഫോമിൽ പ്രൊവൈഡ് ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് ബിസിനസ് ഇൻഡസ്ട്രിയാണ് വെസ്റ്റീജ്. സോ വിന്നിംഗ് ടീം എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റവും അതോടൊപ്പം വെസ്റ്റീജ് പറയുന്ന മനോഹരമായ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെസ്റ്റീജ് പടർന്ന് പന്തലിച്ച 7 രാജ്യങ്ങളിലും വെസ്റ്റീജിനോടൊപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വൺ ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടർ സപ്പോർട്ടിംഗ് ഓർഗനൈസേഷൻ വിന്നിംഗ് ടീം. ഈ ഓർഗനൈസേഷൻ ആണ് ഇന്ന് നമുക്ക് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ നിങ്ങൾക്ക് കേൾക്കാനുള്ള അവസരം ഒരുക്കി തന്ന, എനിക്ക് പ്രസന്റ് ചെയ്യാനുള്ള അവസരം ഒരുക്കി തന്ന വിന്നിംഗ് ടീമിനോട് നന്ദി അറിയിക്കുന്നു. സോ വളരെ പവർഫുൾ ആയിട്ട് ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കാണിച്ചു തന്ന വ്യക്തിയായിട്ട് സീരിയസ് ആയിട്ടിരുന്ന ഒരു ഡിസ്കഷൻ എടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥിച്ച് ഒപ്പിടേണ്ടതാണ് ആപ്ലിക്കേഷൻ ഫോം. സോ ടേക്ക് എ ഗുഡ് ഡിസിഷൻ. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു.